ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പ്രീതിയാണെങ്കിൽ ശ്രുതിയോട് പറയുകയാണ്, ഈ ഒരൊറ്റ പായസം കൊണ്ട് മനോരമ ആൻറ്റിയുടെ മനസ്സ് മാറ്റിയെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ശ്രുതി പറയുകയാണ്, ഈ പായസം കൊണ്ട് അവരുടെ മനസ്സ് മാറ്റിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതല്ല, ഇത് നമുക്കൊരു ഒറ്റമൂലിയായിട്ട് എടുത്താൽ പോരെ. അല്ലേ തന്നെ നിന്റെ കോൺഫിഡൻസ് ഇങ്ങനെ കളയാതെ ഈ ഒരു ഒറ്റ പായസം മതി മനോരമ ആൻറ്റിയുടെ മനസ്സ് മാറ്റാൻ. ഇത് നീ ഉണ്ടാക്കുന്നത് വെറും പായസമല്ല, ഡയറ്റിന് വേണ്ടി ഷുഗർ ഫ്രീ പായസമല്ലേ ഉണ്ടാക്കുന്നത്, നെയ് പായസം. ഈ നെയ് പായസത്തിന്റെ മണം അടിച്ച് അവരുടെ മൂക്കിലിന്റെ പാലം പൊളിച്ചടിക്കുകയും മനസ്സിലോട്ട് കയറട്ടെ. അപ്പോൾ ഓ മൈ ഗോഡ്, എൻ്റെ ഡോട്ടറിലും ഉണ്ടാക്കിയ നെയ് പായസം, വാട്ട് എ പിറ്റി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രുതി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. മനോരമയാണെങ്കിൽ ആകെ മണമൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയാനായിട്ട് പെട്ടെന്ന് അഞ്ജലിയോട് ചോദിക്കുക, അഞ്ജലി ബേബി എന്തോ ഒരു സ്മെല്ല് വരുന്നില്ല. അഞ്ജലി പറയാം, സ്മെല്ലല്ലല്ലോ, നെയ്യുടെ മണമല്ലേ വരുന്നത്. മനോരമ പറയാം, ആണല്ലേ. അതേ അഞ്ജലി ബേബി, അവളുമാർ രണ്ടുപേരും അടുക്കളയിൽ എന്തോ പണിയുന്നുണ്ട്. ആ നെയ്യ് മൊത്തം തീർക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താന്ന് പോയി നോക്കിക്കേ. അഞ്ജലി ആണെങ്കിൽ അടുക്കളയിൽ എന്താണെന്ന് നോക്കാനായിട്ട് പോകുന്നു. മനോരമയാണെങ്കിൽ കൊതിയൊക്കെ വിഴുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പായസം ടേസ്റ്റ് ചെയ്തിട്ട്, എൻ്റെ ചേച്ചി, നിൻ്റെ ഈ കൈപ്പുണ്യം അപാരം തന്നെ. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് ഒന്നും അല്ലല്ലോ, നീ മനോരമ ആൻറ്റിക്ക് വേണ്ടി എന്തോ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പ്രീതി പറയാം, അതൊന്നുമല്ല, ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാണ്. പിന്നെ നീ പറഞ്ഞ പോലെ മനോരമ ആൻറ്റി ഒന്ന് മയക്കിയെടുക്കാനായിട്ട് എന്റെ ചില പൊടിക്കൈകളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശ്രുതി പറയാ, നെയ്യിൽ വറുത്ത ആ ഏലക്കയുടെയും മുന്തിരിങ്ങയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ മണം എനിക്ക് സഹിക്കാൻ വയ്യ. ഈ സമയം അഞ്ജലി അവിടേക്ക് വരുന്നു. രണ്ടും കൂടി എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുകയാണതേ, ചേച്ചി നല്ല അടിപൊളി പായസം വെച്ചിട്ടുണ്ട്. അപ്പോൾ അഞ്ജലി പറയാം, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നേരത്തെ എത്ര നേരമായിട്ട് നെയ്യിൽ ഏലക്ക വറുക്കുന്നതിൻ്റെയും അണ്ടിപ്പരിപ്പൊക്കെ വറുക്കുന്നതിൻ്റെ മണം അടിക്കുന്നു. അതിൻ്റെ അങ്ങ് മണം ആ റോഡിൽ വരെ ചെന്നിട്ടുണ്ടാവും. പ്രീതി, നിന്റെ അമ്മായിയമ്മ ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കാൻ എന്നെ പറഞ്ഞയച്ചതാ. ഇനിയിപ്പോൾ പായസമാണെന്ന് അറിയുമ്പോൾ മനോരമ ആൻറ്റി ഡയറ്റൊക്കെ മറക്കും. അപ്പോൾ പ്രീതി പറയാം, ഡയറ്റ് ഉള്ളവർക്കും കഴിക്കാമല്ലോ, ഇതിൽ ഞാൻ ഷുഗർ ചേർത്തിട്ടില്ല. അത് കേൾക്കുമ്പോൾ അഞ്ജലി പറയാം, അപ്പോൾ കുഞ്ഞിനും കഴിക്കാമല്ലേ. പ്രീതി പറയാം, അതേനേ, അതുകൊണ്ടല്ലേ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പായസം വെച്ചേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് മനസ്സിൽ പറയുകയാണ്, ചേച്ചി ഉണ്ടാക്കിയ ഈ പായസം കൊണ്ട് അശ്വിൻ സാറിന് കൊടുക്കാം, എന്നിട്ട് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാമല്ലോ. അപ്പോൾ അഞ്ജലി പറയുകയാണ്, ഞാൻ പായസം കുടിക്കാൻ എല്ലാവരെയും കൂട്ടിയിട്ട് വരാം. ശ്രുതി, കുറച്ച് പായസം എടുത്ത് കുഞ്ഞിന് റൂമിൽ കൊണ്ട് കൊടുത്തേക്ക്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് അതിൽ നിന്ന് പായസം എടുക്കുന്നു. ഈ സമയം പ്രീതിയാണെങ്കിൽ മനോരമയുടെ അടുത്തേക്ക് പോകാൻ നേരത്ത് ശ്രുതിയെടുത്ത് പറയുകയാണ്, ശ്രുതി, ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേക്കണേ. ശ്രുതി അത് ശ്രദ്ധിക്കാതെ പായസം എടുത്ത് അവിടെ നിന്ന് പോകുന്നു. പ്രീതിയാണെങ്കിൽ ഈ സമയം മനോരമയുടെ അടുത്തേക്ക് വന്നിട്ട്, ആൻറ്റി, ഞാൻ നല്ല പായസം വെച്ചിട്ടുണ്ട്, നമുക്ക് കുടിച്ചാലോ. അപ്പോൾ മനോരമ പറയാം, എനിക്ക് വേണ്ട നിന്റെ പായസം, ഞാൻ ഡയറ്റാണെന്ന് നിനക്കറിയില്ലേ. അപ്പോൾ പ്രീതി പറയുകയാണ്, ഈ പായസം എല്ലാവർക്കും കുടിക്കാം ആൻറ്റി, ആ രീതിയിലാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. നെയ് പായസം വെച്ചിരിക്കുന്നത് ഷുഗർ ഫ്രീ ആണ്, ആൻറ്റിക്കും കുടിക്കാം, ഏത് ഡയറ്റ് ഉള്ളവർക്കും കുടിക്കാം, അതിൽ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല. അപ്പോൾ മനോരമ പറയാം, പഞ്ചസാര ചേർക്കാത്ത എന്ത് പായസം അടി. പ്രീതി പറയുകയാണ്, ഏത് ഡയബറ്റിക് ഉള്ളവർക്കും കഴിക്കാം, ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കാം ആൻറ്റി, ആൻറ്റി പായസം കുറച്ച് എടുക്കട്ടെ. അപ്പോൾ മനോരമയാണെങ്കിൽ മനസ്സിൽ പറയാം, ഇവളെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല, പക്ഷെ പായസം ഇവളെ എത്രമാത്രം എന്നെ നിർബന്ധിക്കുന്നു നോക്കട്ടെ, എന്നിട്ട് പോവാം, അതുവരെ മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞിട്ട് മനോരമ പ്രീതി തന്നെ ഇങ്ങനെ നോക്കി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഈ സമയം ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ മുറിയിൽ അശ്വിന് പായസമായിട്ട് ചെല്ലുന്നു. അശ്വിൻ ഒന്നും മിണ്ടാതെ പോകുമ്പോൾ ശ്രുതി പറയുകയാണ്, അവിടെ നിൽക്ക്, നിങ്ങൾ ഇന്നലെ എന്താ എന്നോട് പറയാൻ വന്നത്, അതെനിക്ക് കേട്ടേ പറ്റൂ, എന്തായാലും ഇപ്പം തന്നെ പറയും. അശ്വിനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് മാറുമ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ കയ്യിൽ നിന്ന് പായസം അശ്വിൻ്റെ ഡ്രസ്സിൽ പറ്റുന്നു. അശ്വിൻ ദേഷ്യത്തിൽ ശ്രുതിയെ വഴക്ക് പറയാനായിട്ട് കൈ പൊക്കുമ്പോൾ പെട്ടെന്ന് അഞ്ജലിയെ കണ്ടിട്ട് അശ്വിൻ പറയുകയാണ്, എന്താ ഡിയർ, എന്തിനാ ഇത്ര ധൃതി. അപ്പോൾ ശ്രുതി പറയുകയാണ്, നിങ്ങൾ എന്താ ഇന്നലെ എന്നോട് പറയാൻ വന്നത്, അത് തെളിച്ച് പറ, ഞാൻ നിങ്ങളെ എന്താ. അപ്പോൾ പെട്ടെന്ന് അശ്വിൻ പറയുക, നീ എന്താ ഈ പറയുന്നത്, അവിടെ ഇരിക്കുക, എന്നിട്ട് പായസം കുടിക്കുക. ആഹാ, നീ ഉണ്ടാക്കിയ ഈ പായസത്തിന് മധുരം ചേർത്തിട്ടില്ലെങ്കിലും എന്ത് മധുരമാ, നീയും കുറച്ച് കുടിക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രുതിക്കും കുറച്ച് കോരി കൊടുക്കുന്നു. നീ ദേഷ്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടണമെന്നില്ല, എനിക്ക് എപ്പോഴും ദേഷ്യപ്പെടുന്നതും ഇഷ്ടമല്ല. എന്നിട്ട് ശ്രുതിക്ക് ഇങ്ങനെ പായസം കോരി കൊടുക്കുന്നു. അശ്വിൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്ന കണ്ടിട്ട് ശ്രുതിയാണെങ്കിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അഞ്ജലിയെ കാണുന്നു. അഞ്ജലി ഇതെല്ലാം കണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് ശ്രുതി പറയുകയാണ്, മതി, നിർത്തി നിങ്ങളുടെ അഭിനയം, അഞ്ജലി മാഡം പോയി കഴിഞ്ഞു, ഇനി പറ, നിങ്ങൾ എന്തിനാ ഇന്നലെ എന്നോട് അങ്ങനെ പറഞ്ഞത്, എന്താ, എനിക്കറിയണം, എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളത്, എനിക്ക് കേൾക്കണം. അടുത്തതായിട്ട് കാണിക്കുന്നത് എനിക്ക് പായസത്തിൻ്റെ മണമൊക്കെ അടിച്ചിട്ട് എല്ലാവരും പായസം കഴിക്കാൻ പോവാ, ഫാബുലസ്, ഇത് അടിപൊളി ടേസ്റ്റ് പായസം ആയിരിക്കും, എനിക്ക് കൊതിയാവുന്നു. അപ്പോൾ മനോരമ പറയാം, ഫാബുലസ് ആണ്, എന്താണെന്ന് ടേസ്റ്റ് നോക്കിയിട്ടല്ലേ പറയേണ്ടത്,
അവരൊക്കെ വേണ്ടപ്പം വന്ന് കഴിച്ചോളൂ. എന്തിനാ ഇത്ര കിടന്ന് നിലവിളിക്കുന്നത്? ആവശ്യക്കാർ പിന്നെ വന്ന് കഴിക്കട്ടെ. അപ്പോൾ എനിക്ക് ആണെങ്കിൽ പറയാം, എനിക്ക് എന്തായാലും കൊതി കൊണ്ട് വയ്യ, ഞാൻ പോയി കഴിക്കാൻ പോവാണെന്ന് പറയുമ്പോൾ പ്രീതി പറയാം, ഇനിയിപ്പോൾ കൊതി ഊറിയിരിക്കേണ്ട, വാ നമുക്ക് പായസം കുടിക്കാം. മനോരമ ആൻറ്റി കൂടെ വാ. അപ്പോൾ മനോരമയുടെ മനസ്സിൽ പറയാം, ഇനിയിപ്പോൾ എനിക്ക് പറഞ്ഞത് ശരിയാ, എന്ത് മണോ വരുന്നത്, എന്തായാലും കുറച്ച് പായസം കുടിച്ചേക്കാം, ഇന്ന് പായസം തന്നെ എന്ന് പറഞ്ഞിട്ട് മനോരമ സന്തോഷത്തോടെ അടുക്കളയിൽ പോവാണ്. ഈ സമയം അടുക്കളയിൽ നിന്നൊരു കരിഞ്ഞ സ്മെല്ല് വന്നിട്ട് മനോരമ പറയാം, അല്ല എന്താ ഇവിടെ വേറെന്തോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? കരിഞ്ഞ സ്മെല്ല് വരുന്നല്ലോ. പ്രീതി പെട്ടെന്ന് അയ്യോ എൻ്റെ പായസം എന്ന് പറഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ മനോരമ പറയാം, ഇതെന്താടി ഇത്, നീ എന്താ പായസം റോസ്റ്റ് ഉണ്ടാക്കിയിട്ടാണോ ഞങ്ങളെ വിളിച്ചത് അത് കഴിക്കാനായിട്ട്? നീ മനഃപൂർവ്വം എന്നെ അപമാനിച്ചതല്ലേ? പായസം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഈ കരിഞ്ഞ പായസം എന്നെ കൊണ്ട് കുടിപ്പിക്കാനല്ലേ, എന്നെ അപമാനിക്കാൻ വേണ്ടിയല്ലേ നീ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അപ്പോൾ പ്രീതി പറയുകയാണ്, ഞാൻ ഈ പായസം ഓഫ് ചെയ്യണേന്ന് ശ്രുതിയോട് പറഞ്ഞതാ, അവൾ മറന്നുപോയതാ. അപ്പോൾ മനോരമ പറയാണ്, ഓഹോ അവളും ഉണ്ടോ ഇതിൽ? രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്ത് എന്നെ അപമാനിക്കാൻ ശ്രമിച്ചതാണല്ലേ? ഇന്ന് തന്നെ ഞാൻ രണ്ടിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. അഞ്ജലി ബേബി, അമ്മേ കണ്ടില്ലേ, എന്നെ അപമാനിക്കാൻ വേണ്ടി കരിഞ്ഞ പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മനോരമ ആ പായസം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. പ്രീതിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്ക് പറയാം, ആൻറ്റി കുറച്ച് ദേഷ്യത്തിലാണല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? അപ്പോൾ പ്രീതി പറയാം, എനിക്കറിയില്ല, ഞാനത് ഓഫ് ചെയ്യാനായിട്ട് ശ്രുതിയോട് പറഞ്ഞതാ, ശ്രുതി മറന്നുപോയതായിരിക്കും. അപ്പോൾ എനിക്ക് പറയാം, ഇപ്പോൾ മനോരമ ആൻറ്റി ആണെങ്കിൽ ശ്രുതിയും വഴക്ക് പറയുമല്ലോ. അപ്പോൾ പ്രീതിയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുക, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് അശ്വനാണെങ്കിൽ ശ്രുതിയോട് പറയാം, നീ എന്നോട് ദേഷിക്കാൻ വരുന്നോ? എനിക്കിപ്പോൾ നിന്നോട് പറയാൻ മനസ്സില്ലെങ്കിലോ? നിങ്ങൾ എന്താ പറയാൻ വന്നത്, എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞാൽ ശ്രുതി അശ്വിന് പുറകെ തന്നെ നടക്കുകയാണ്. അശ്വിൻ ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ ശ്രുതി ആ കഥ കടച്ചിട്ട് പറയുകയാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട, എന്നോട് പറയാതെ നിങ്ങൾ അങ്ങനെ രക്ഷപ്പെടേണ്ട. അശ്വിനാണെങ്കിൽ ഒരു കത്രിക എടുത്ത് കൈപ്പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ ശ്രുതി പറയാം, ഇനി ആൾ എന്തെങ്കിലും ചെയ്യൂ, എന്നാൽ എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്നിട്ട് അശ്വിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ എന്നോട് പറയാൻ വന്നത്? എനിക്കിത് അറിഞ്ഞേ പറ്റൂ. നിങ്ങളിനി പ്രീതി ചേച്ചിയുടെ കാര്യം പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട. ആകാശത്തെ സ്നേഹിച്ച് പ്രണയിച്ച് കല്യാണം കഴിച്ച് ഈ വീട്ടിലെ മരുമകളാക്കിയതാണ് എൻ്റെ ചേച്ചിയെ. അതുകൊണ്ട് ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അശ്വൻ പറയാണ്, നീ എന്നോട് എന്താ ഇത്ര അധികാരത്തിൽ സംസാരിക്കുകയാണോ? ഞാൻ വിചാരിച്ചാൽ പ്രീതിയെ ഇപ്പോഴും വീട്ടിൽ നിന്ന് പുറത്താക്കാം. നിനക്ക് അതിൽ സംശയമുണ്ടോ? ഞാനത് പ്രൂവ് ചെയ്ത് കാണിക്കണോ എന്നൊക്കെ ദേശാശ്വൻ പറയുന്ന സമയത്ത് താഴെ നിന്ന് മനോരമയുടെ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ അശ്വിനും ശ്രുതിയും താഴേക്ക് നോക്കുമ്പോൾ മനോരമ ദേഷിച്ച് പ്രീതിയോട് പറയുകയാണ്, നീ ഞാൻ പറയുന്ന കേട്ട് ഇവിടെ അനുസരിച്ച് ജീവിക്കാൻ എങ്കിൽ മാത്രം ഈ വീട്ടിൽ താമസിച്ചാൽ മതി. നിന്നെ എപ്പോൾ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. കാരണം ഈ വീട്ടിലെ മൂത്ത ഡോക്ടറിനുള്ള ഞാനാണ്. ഞാൻ പറയുന്ന കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം. ഇതെല്ലാം കേട്ടിട്ട് അശ്വിൻ പറയാം, കേട്ടില്ലേ, ഞാൻ പുറത്താക്കിയില്ലെങ്കിലും മനോരമ ആൻറ്റി തന്നെ അവൾ പ്രീതിയെ ഇവിടെ നിന്ന് പുറത്താക്കും. ഇത് എത്രയും പറഞ്ഞിട്ട് അശ്വിൻ അകത്ത് പോയി ലാപ്ടോപ്പ് ഓണാക്കി വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ശ്രുതി അവിടേക്ക് വന്നിട്ട് ലാപ്ടോപ്പ് ഓഫ് ചെയ്യുന്നു. അശ്വിൻ ദേഷ്യത്തിൽ, എൻ്റെ ലാപ്ടോപ്പ് ഓഫ് ചെയ്യാനുള്ള ധൈര്യമൊക്കെ നിനക്കുണ്ടോ? അപ്പോൾ ശ്രുതി പറയുകയാണ്, ഓഫ് ചെയ്യും, എനിക്കറിയണം എന്താ നിങ്ങൾക്ക് എന്നോട് പറയാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇനി ഷ്യാമിൻ്റെ കാര്യം വല്ല ആണോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്